ഓക്കെ, ഇത് നമ്മുടെ SSCയുടെ പ്രിലിംസിനെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് റാം ഹാഡ് സം സ്റ്റുഡൻസ് ഇൻ പ്രീ ബാച്ച് ഓഫ് മാത്തമാറ്റിക്സ്. ഓക്കെ, ഞാൻ സപ്പോസ് ടി ഉണ്ടെന്ന് എടുത്തെന്ന് വിചാരിക്കുക. അതിൽ 33 1/3% സ്റ്റുഡൻസിനും 4 പേർക്കും കൂടി 200 മാർക്ക് കിട്ടി ടോട്ടൽ. അപ്പോൾ ഞാൻ ടോട്ടൽ ടി എടുത്തു കഴിഞ്ഞാൽ അതിൽ 1/3 33 ആൻഡ് 3% എന്ന് പറയുമ്പോൾ 1/3. അപ്പോൾ ടീൻ്റെ 1/3യും പിന്നെ 4 പേർക്കും കൂടി 200 മാർക്ക് കിട്ടി. ഓക്കെ, ദെൻ റിമൈനിങ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിയിൽ നിന്ന് ഈ പറയുന്ന വാല്യൂ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആണ് റിമൈനിങ് ഉള്ളത്. ഈ റിമൈനിങ് ഉള്ളതിൻ്റെ 82% ആൾക്കാർക്കും ഒരു 10 പേർക്കും കൂടി കൂട്ടി 195 മാർക്ക് കിട്ടി. ദെൻ ഇതിൽ നിന്ന് റിമൈനിങ് ഉള്ള ആൾക്കാരുടെ 50%ഉം ഒരു 10ഉം കൂടി ഒരു 2ഉം കൂടി കൂട്ടിക്കഴിയുമ്പോഴത്തേക്ക് 190 മാർക്ക് കിട്ടി. ദെൻ ഇതിൽ നിന്ന് റിമൈനിങ് ഉള്ള ആൾക്കാരുടെ 67% ആൾക്കാർക്ക് 158 കിട്ടി. ബാക്കി 23% ആൾക്കാർക്ക് 66 കിട്ടി. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നോർമലി ചെയ്യാൻ നമുക്ക് ഒരുപാട് അത്യാവശ്യം സമയം എടുക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്മളൊരു ലോജിക്കലായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം ഓപ്പൺ ചെയ്യാൻ തന്നെ ടോട്ടൽ നമ്പറിൻ്റെ 1/3 എടുക്കേണ്ടതുണ്ട്. ശരിയല്ലേ? 1/3 എടുക്കേണ്ടതുണ്ട്. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് 3ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ 3ൻ്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഓപ്ഷൻ 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല, രണ്ടാമത്തതാണ്, മൂന്നാമത്തതല്ല. സം ഓഫ് ഡിജിറ്റ് ചെക്ക് ചെയ്താൽ മതി, നാലാമത്തതും അല്ല. സോ ഇതാണ്. എന്നാലും നമുക്കൊന്ന് കൺഫേം ചെയ്യണമല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോസസ്സുകൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും അവസാനം 66 വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 3456 എന്ന് പറഞ്ഞ് ഞാൻ എടുത്തു. അതിൻ്റെ 1/3 ആൾക്കാർ, അതിൻ്റെ 1/3 എന്ന് പറയുമ്പോൾ 3456ൻ്റെ 1/3 നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 1152 കിട്ടും. ഈ 1152 ഒരു 4 പേർക്ക് എക്സ്ട്രയും കൂടി ചേർന്നിട്ട് 200 മാർക്ക് കിട്ടി. അപ്പോൾ റിമൈനിങ് ഉള്ളതെന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് 1156 കുറയ്ക്കണം. ഇത് തമ്മിൽ കൂട്ടുമ്പോൾ 1156 കിട്ടുമല്ലോ. ബാക്കി 2300 പേര്. ഈ 2300ൻ്റെ 82% ആൾക്കാരും ഒരു പ്ലസ് 10ഉം കൂടി ചേർത്തിട്ട് അവർക്ക് 195 മാർക്ക് കിട്ടി. അപ്പോൾ ഇതിൻ്റെ 82% നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും 1886 വരും. പിന്നെ 1896 കിട്ടും. ദെൻ റിമൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ 404 കിട്ടും. ഈ 404ൻ്റെ 50% എന്ന് പറയുമ്പോൾ 202 പേര്. ഈ 202 ഒരു 2 പേരും കൂടി കൂട്ടിച്ചേർത്തിട്ട് ഒരു 2 പേരും കൂടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് 190 മാർക്ക് കിട്ടി. അപ്പോൾ റിമൈനിങ് ഇനി ബാക്കിയുള്ളത് 404 ഉള്ളത്. അതിൽ 204 പോയി കഴിഞ്ഞാൽ 200 പേര്. ഈ 200 പേരിൽ 67% പേർക്ക് 158 കിട്ടി. ബാക്കി 23% പേർക്ക് 66, 23% പേർക്ക് 155 മാർക്ക് കിട്ടി. ഈ 23%ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണമാണ് 66. സോ ഇതിൻ്റെ 23% എടുക്കുമ്പോഴത്തേക്കും 66 കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ പക്കയായി. നമ്മൾ അല്ലാതെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചു, എന്നാലും ഒന്ന് ചെയ്ത് നോക്കുവാണ് ഓക്കെ ആണോ എന്ന്. അപ്പോൾ ഞാൻ 200ൻ്റെ 23% എടുത്തു കഴിയുമ്പോൾ എത്ര വരും? 200ൻ്റെ 23% എടുത്തു കഴിയുമ്പോൾ 66 വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അതാണ് ആൻസർ. ഓക്കെ, എടുത്തു കഴിയുമ്പോഴത്തേക്കും 23 അല്ല 33. കാരണം ഇവിടെ 67 അല്ലേ, 67 പോയിട്ട് ബാക്കി എത്രയുള്ള 33ആണ്. ഞാൻ നേരത്തേക്ക് 33ആണ്. 100ൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ 23 അല്ല 33ആണ്. എൻ്റെ മിസ്റ്റേക്കാണ്. ഓക്കെ, അപ്പോൾ എത്ര വരുന്നുണ്ട്? 66 വരുന്നുണ്ട്. സോ ഇതാണ് നിങ്ങളുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഇത് ആദ്യമേ തന്നെ നിങ്ങളൊന്ന് ലോജിക്കലായിട്ട് ആലോചിച്ചിട്ട് ചെയ്താൽ മതി. ദെൻ ഇത് നമ്മൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തതാണ് ഇത്രയുള്ള ആൻസർ.